ഹേ ജൂഡ് എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു സ്മൈലി ഫേസ് കാണിച്ചുകൊണ്ടാണ്. പക്ഷേ അതിലൊരു നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചിരിക്കുന്ന എല്ലാവരും ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് സിവിയർ ബിഹേവിയറൽ ഡിസോർഡർ വിച്ച് ഇസ് നൺ അതർ ദാൻ ഓട്ടിസം. ഓട്ടിസം എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിൻ തന്നെ ഗ്രീക്കിൽ നിന്നാണ്. ഓട്ടോസ്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നാണ്. ഈ വാക്ക് ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഒരു സ്വിസ് സൈക്കാട്രിസ്റ്റ് ആയിരുന്നു യൂജിൻ എന്ന് പറഞ്ഞിട്ട് ഇൻ 1906. അപ്പോൾ ഈ ഒരു ഡിസോർഡറിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഓട്ടിസം ഉള്ള പിള്ളേർക്ക് അവർ തന്നെ വിചാരിച്ചു വെക്കുകയാണ് അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും അവരായിട്ട് എന്തൊരു ബന്ധമുണ്ടെന്ന്. DSM-5 ഓട്ടിസത്തിനെ ഓട്ടിസം എന്ന് മാത്രമല്ല വിളിക്കുന്നത്, നേരെ മറിച്ച് അതിനൊരു വേറൊരു പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഇനി എന്തുകൊണ്ട് സ്പെക്ട്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DSM-5 ഓട്ടിസത്തിന് 3 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് പെർസിസ്റ്റന്റ് ഡെഫിസിറ്റ് ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ റെസ്ട്രിക്റ്റഡ് ഓർ ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ. ഇനി ഇന്റലക്ച്വൽ ഡിസേബിലിറ്റിയും ഓട്ടിസം തമ്മിൽ എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഈ ഓട്ടിസം ഉള്ള പിള്ളേർ ഭയങ്കര സോഷ്യലി വിഡ്രോൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു വാക്കുണ്ട്, ഓട്ടിസ്റ്റിക് ലോൺലിനെസ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ DSM ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് 3 ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്കും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓട്ടിസം ഉള്ള പിള്ളേർ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല, അവർക്ക് ബോഡി ലാംഗ്വേജ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ അവർക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് റീഡ് ചെയ്യാൻ പറ്റില്ല. ഹേ ജൂഡ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പുള്ളിക്കാരൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ദേഷ്യപ്പെട്ടാലും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. കേൾക്കുമ്പോൾ വല്ലാത്ത കളിതമാശ ആയിരിക്കും, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ഓട്ടിസം ഉള്ള പിള്ളേർക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ ദേഷ്യത്തിലാണോ സന്തോഷത്തിലാണോ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് സോഷ്യലി വിഡ്രോൺ ആയിരിക്കും. അവർക്ക് ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ആ സിനിമയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തൃഷ പുറകെ ഓടുകയാണ് നിവിൻ പോളിയുടെ ഫ്രണ്ട്സ് ആവാൻ വേണ്ടി. പക്ഷേ നിവിൻ പോളി അതിനെക്കാട്ടും സ്പീഡിൽ ഓടുകയാണ്, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര സോഷ്യലി ഇൻവേർഡ് ആയിരിക്കും ഇവർ. പിന്നെ അതുപോലെ തന്നെ ഈ ഓട്ടിസം ഉള്ള പിള്ളേരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളിപ്പോൾ അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടം നമ്മൾ കളിക്കാൻ കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ വല്ല ബ്ലോഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കളിക്കാൻ കൊടുക്കുകയാണ്. ഒരു 30 മിനിറ്റ്സ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അവർ ആ കളിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അവർ ത്രൂ ഔട്ട് ആ 30 മിനിറ്റ്സും കളിക്കുക. അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു ഡീവിയേഷൻസും ഉണ്ടാവില്ല. ഒരു ബ്ലോഗ്സ് കളിക്കാൻ കൊടുത്തതിനാൽ അവരൊന്നെങ്കിൽ ഇങ്ങനെ വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ അവർ വെക്കും. അങ്ങനെ മാത്രമേ അവർ വെക്കുള്ളൂ, അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റില്ല. അതുപോലെ തന്നെ ഇവരുടെ റുട്ടീൻസ്, ഇവർ ഭയങ്കര റിച്വലിസ്റ്റിക് ആണ്. അവർക്ക് ഒരു റൂട്ടീൻ ഉണ്ടാവും, ആ റൂട്ടീനിൽ നിന്ന് അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. 1 മണിക്ക് ലഞ്ച് എന്ന് പറഞ്ഞാൽ 1 മണിക്ക് ലഞ്ച്, ഇന്ന സാധനം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന സാധനം കഴിക്കുള്ളൂ. അത് ഭയങ്കര പെർട്ടിക്കുലർ ആയിരിക്കും. പിന്നെ ഈ ഇന്റലക്ച്വൽ ഡിസേബിലിറ്റിയും ASDയും ഒരുമിച്ച് വരാം. ഈ കണ്ടീഷനെയാണ് നമ്മൾ വിളിക്കുന്നത് കോമോർബിഡ് ഡയഗ്നോസിസ്. ASDയുടെ മേജർ ബയോളജിക്കൽ കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂറോബയോളജിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് ബ്രെയിൻ ഉണ്ട് നമുക്ക്. ആ പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ഈ ഓട്ടിസം ഉള്ള പിള്ളേർക്ക് ആ ഒരു ഏരിയ ഓഫ് ദി ബ്രെയിൻ ഭയങ്കര വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇൻക്രീസ്ഡ് ഫിയർ ആൻഡ് ആൻസൈറ്റി ഉണ്ടാവും. ബിക്കോസ് ഓഫ് വിച്ച് അവർ ആരുമായിട്ട് ഫ്രണ്ട്സ് ആവില്ല, അവർ ഭയങ്കര സോഷ്യലി ഇൻവേർഡ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ഉണ്ടാവും. അപ്പോൾ സ്ട്രെസ്സ് കൂടുമ്പോൾ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ റിലീസ് ചെയ്യും. ഈ കോർട്ടിസോള് കണ്ടിന്യൂസ്ലി റിലീസ് ചെയ്യുമ്പോൾ ഈ അമിഗ്ഡാല എന്ന് പറയുന്ന പാർട്ട് ഓഫ് ബ്രെയിനിനെ ഡാമേജ് കൊണ്ടുവരും. ഇത് ഡാമേജ് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്സ് അവർക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറൊരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ ഉണ്ട്, ന്യൂറോ പെപ്റ്റൈഡ് ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഹോർമോണാണ് സത്യം പറയുന്നത് നമ്മളൊരാളെ മീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു പുഷ് നമുക്ക് തരുന്നൊരു ഹോർമോണാണ് ഈ ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. ആ ഒരു ഹോർമോണും ഈ ഓട്ടിസം ഉള്ള പിള്ളേർക്കും കുറവായിരിക്കും.